അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്നും നമ്മളോരോ കാര്യങ്ങൾ നടക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണല്ലോ ഞാൻ ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ എനിക്കറിയണ അറിവുകളൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇടാൻ കരുതിയിട്ടല്ലേ നമ്മൾ ഈ ചാനൽ, ഇസ്ലാമിക ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എനിക്കിന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്നലെ മുതലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഞാൻ ഇപ്പം ആർക്കൊക്കെ അത് അങ്ങനെ ഉണ്ടായിക്കണ അറിയില്ല. അപ്പം നമ്മളെ മദ്രസിൽ ഒരു സമസ്തൻ്റെ വകയായിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തതിന് ഒരാഴ്ചത്തെ ക്ലാസ്. അപ്പോൾ അതിൽ നമുക്ക് തജ്വീദ്, ഖുർആൻ എങ്ങനെ നമുക്ക് നന്നായിട്ട് ഓതാം, നമ്മളെ തെറ്റുകൾ എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ ക്ലാസ് ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലാസ്സും അതിനൊരു സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ആ ക്ലാസ് ഒന്ന് എടുത്തു കൊടുത്താലോ, നമുക്ക് ഖുർആൻ എങ്ങനെ ശരിയായിട്ട് ഓതാം, അതിൻ്റെ മഖറജ്, ഇൽഹാർ, അങ്ങനത്തെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ കരുതിട്ടോ. നമ്മൾ വെറും ഈ ആഗ്രഹങ്ങൾ നിറവേറാനോ അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്യണതല്ലേ. അപ്പോൾ ഇതും ഒന്ന് ചെയ്താലോ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഖുർആനിൻ്റെ നിയമങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ചിലപ്പോൾ ചിലർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുന്നുണ്ടോ അറിയില്ല. എന്നാലും ഇപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒരു 2-3 പേര് കണ്ടാൽ തന്നെ അത് റാഹത്തല്ലേ, അതൊരു നല്ലൊരു കാര്യമല്ലേ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ടൊരു ക്ലാസ് ഇടാൻ വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സും അതിൻ്റെ കൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടും, അതിൻ്റെ കൂടെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് വന്നു ചേരും. ചിലപ്പോൾ അപ്പം തന്നെ നമ്മളെ പെട്ടെന്ന് ആഗ്രഹം നടക്കേണ്ട സന്ദർഭങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, കടം വീടാൻ, ലോണ്, അതൊക്കെയാണല്ലോ നമ്മുടെ നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതും ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നോട് അത് ചൊല്ലിയിട്ട് റിവ്യൂ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അത് എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു വിശ്വാസം നല്ലതാണ് എന്നാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ വീഡിയോ ഇടാണ് അങ്ങനെ കേട്ടോ എൻ്റെ മനസ്സിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയണത് പോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട്, കാരണം തജ്വീദിൻ്റെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ നേറ്റിക്ക് ഓതണ്ടേ, അല്ലാതെ നമ്മൾ ഓതിയിട്ട് അതിന് മഹത്വം കിട്ടും. അപ്പോൾ ഞാൻ ചില വീഡിയോസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആവശ്യപൂർത്തീകരണത്തിന് സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ദുആ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ യാസീൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നിങ്ങനെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക കേട്ടോ, ഈ തജ്വീദിൻ്റെ നിയമങ്ങൾ അറിയാത്ത ആളുകളുണ്ടാവില്ലേ, അപ്പോൾ അവരെന്ത് ചെയ്യും? കാരണം ഞാനടക്കം ഒരുപാട് പേർക്ക് അതറിയാത്തവരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മദ്രസിലൊക്കെ നമ്മൾ അന്നൊക്കെ പഠിച്ചത് പിന്നെ നമ്മളങ്ങനെ മറന്നു പോകുമല്ലോ. ഖുർആന് പഠിച്ചത് മറക്കാൻ പറ്റില്ല, അള്ളാഹു പുറത്തു തരട്ടെ നമുക്കൊക്കെ. പിന്നെ ചിലപ്പോൾ നമ്മളിൽ പലരും ദിവസവും ഖുർആൻ ഓതാത്തവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും, അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആഡാക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ
എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നൊക്കെ അറിയില്ല. പക്ഷെ എന്നാലും അത് വിജയിക്കുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഖുർആൻ പഠിക്കേണ്ടത് എന്തുകൊണ്ട്, ഖുർആൻ്റെ മഹത്വം എന്തൊക്കെയാണ്, ശരിയായ ഉച്ചാരണത്തിൻ്റെ പ്രാധാന്യം, തജ്വീദ് എന്താണ്, പിന്നെ അറബി അക്ഷരങ്ങൾ എത്രണ്ണം ഉണ്ട്. അപ്പോൾ 29 അക്ഷരങ്ങളാണല്ലേ. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും ശരിയായ ഉച്ചാരണം എങ്ങനെ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെ നിന്നാണ്, പിന്നെ അക്ഷരങ്ങളുടെ ഗുണങ്ങൾ എന്താണ്, പിന്നെ ഹറക്കത്തുകൾ ഏതൊക്കെയാണ്, മദ് നീട്ടൽ, പിന്നെ മുത്തസിൽ മുൻഫസിൽ, മറ്റു പ്രധാന മദ്ദുകൾ, നൂൻ സാക്കിനും തെൻവീനും, ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ലാബ്, ഇഖ്ഫാ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, മീം സാക്കി നിയമങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഹൽക്ക ഏത് അക്ഷരങ്ങളാണ്, എവിടെ എങ്ങനെ വായിക്കണം, തഫ്കീം തർക്കീക്ക്, പിന്നെ വഖഫും ഇബ്തിദാവും, എവിടെ നിർത്തണം എവിടെ തുടങ്ങണം, ഖുർആനിലെ വഖഫ് ചിഹ്നങ്ങൾ. അപ്പോൾ ചെറിയ സൂറത്തുകളൊക്കെ നമുക്ക് ഓതിയിട്ട് അതിൻ്റെ ഏതൊക്കെ നിയമങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെയാണ് ഞാനിനി വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു മലയാളം ഒരു ഗണ്ണിക ഒരു പ്രബന്ധം നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് പാരാഗ്രാഫായിട്ട് നമ്മൾ തരം തിരിച്ചിട്ട് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു നിബന്ധനയാണ്, ഒരു ഹെഡിങ് വേണം, പാരാഗ്രാഫ് ബേസ് ആവണം, ചുരുങ്ങിയത് 2-3 പേജെങ്കിലും വേണം. ഒരു പ്രബന്ധമാകുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ പ്രസംഗം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം വേണം, നടു വേണം, അവസാനം വേണം, ഒരു എൻഡിങ് പോയിൻ്റൊക്കെ കയ്യിൽ വേണം. അങ്ങനെയാണല്ലോ. അങ്ങനെ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞങ്ങൾക്കൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ. ഒരു രാത്രി ചെറിയ കുട്ടിയായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് സാഷ്ടാംഗം ചെയ്യുന്ന സ്വപ്നം. അത് പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്വപ്നം സഹോദരന്മാരോട് പറയരുത്, അവർ അസൂയപ്പെടാം. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നല്ല സ്വഭാവവും പിതാവിൻ്റെ സ്നേഹവും കണ്ട സഹോദരന്മാർക്ക് അസൂയ തോന്നി. അവർ ഒരു ദിവസം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ആഴമുള്ള കിണറ്റിൽ തള്ളിയിട്ടു. ഈ കഥ ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ഒരൊട്ടുമിക്ക ആൾക്കാർക്കും അറിയും. പിന്നീട് ചെന്നായ തിന്നുപോയി എന്ന് കള്ളം പറഞ്ഞ് അവർ വീട്ടിലെത്തിയാൽ ഈ യാക്കൂബ് നബിൻ്റെ മറ്റു മക്കളും. അപ്പോൾ യൂസുഫ് നബിയുടെ സഹോദരങ്ങളാണ് അദ്ദേഹത്തെ കിണറ്റിലിട്ടത്. എന്നിട്ട് പിന്നെ ചെന്നായ തിന്നുപോയി. അപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ യൂസുഫ് നബി. അപ്പോൾ യൂസുഫ് നബിക്ക് കിണറ്റിൽ നിന്ന് കയറാൻ വയ്ക്കൂല, അവിടെ കിടന്നു ദഹിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ എന്ത് ചെയ്തു, ചെന്നായ തിന്നുപോയി എന്ന് കള്ളം പറഞ്ഞ് വീട്ടിലെത്തി. എന്നാൽ അള്ളാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഉപേക്ഷിച്ചില്ല. ആരുപേക്ഷിച്ചാലും, സഹോദരന്മാരുപേക്ഷിച്ചാലും ആരുപേക്ഷിച്ചില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപേക്ഷിച്ചില്ല. ഒരു യാത്ര സംഘം കിണറ്റിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. തുടർന്ന് അദ്ദേഹം അടിമയായി വിൽക്കപ്പെട്ടു. പിന്നീട് ഈജിപ്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരു വലിയ പരീക്ഷണം വന്നു. ഒരു സ്ത്രീ തെറ്റായ കാര്യത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ഭയന്ന് അത് നിരസിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം അന്യായമായി ജയിലിലായി. ജയിലിലും അദ്ദേഹം ക്ഷമയോടെയും വിശ്വാസത്തോടെയും ജീവിച്ചു. അവിടെ തടവുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. പിന്നീട് രാജാവിൻ്റെ സ്വപ്നവും അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു.
അതിലൂടെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. അവസാനം ഒരിക്കൽ കിണറ്റിൽ തള്ളിയ ആ ബാലൻ തന്നെ രാജ്യത്തിൻ്റെ ധാന്യശേഖരങ്ങളുടെ ചുമതലയുള്ള ഉയർന്ന സ്ഥാനത്തെത്തി. ക്ഷാമകാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഭക്ഷണം തേടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അവർ ചെയ്ത തെറ്റ് ഓർത്ത് ഭയന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രതികാരം ചെയ്തില്ല. പകരം അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേൽ കുറ്റപ്പെടുത്തലൊന്നുമില്ല, അള്ളാഹു നിങ്ങളോട് പൊറുക്കട്ടെ. അപ്പോൾ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ അവൻ കഴിവിടില്ല. അസൂയ വലിയ പാപത്തിലേക്ക് നയിക്കാം. ക്ഷമയും സത്യസന്ധതയും അവസാനം വിജയത്തിലേക്ക് എത്തിക്കും. ക്ഷമിക്കാൻ കഴിയുന്നത് വിശ്വാസിയുടെ മഹത്തായ ഗുണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം, നമുക്ക് എന്തൊരു വിഷമമുണ്ടെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടരുത്. അള്ളാഹുവിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക, 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലുക. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സിലും ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ അപ്പോൾ നമ്മളൊരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വേണം ചൊല്ലാൻ. സ്വലാത്ത് ചൊല്ലും പോലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ ലാ ഇലാഹ എന്നൊക്കെ ശരിക്കും ഉച്ചരിച്ചിട്ട് വേണം ചൊല്ലാൻ. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല.